ആപ്പിൾ ജ്യൂസിനൊപ്പം പരിപ്പുവട. തനി നാടൻ രീതിയിലുള്ള പരിപ്പുവട നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്കും ചാനലിലേക്കും സ്വാഗതം. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കോമ്പിനേഷനാണല്ലോ. ചോറിനൊപ്പം പരിപ്പുവട കഴിക്കുന്നത് വളരെ രുചികരമാണ്. ഉണ്ടാക്കുന്നതിനായി കടലപ്പരിപ്പ് 2 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് വയ്ക്കണം. 10 മുതൽ 15 എണ്ണം വരെ ചെറിയുള്ളി, 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പെരുംജീരകം 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, വേപ്പില കുറച്ചധികം. ചെറിയുള്ളിയും വേപ്പിലയും പച്ചമുളകും കൂടുതൽ എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും രുചികരമായി പരിപ്പുവട ഉണ്ടാക്കാൻ സഹായിക്കും. വെള്ളമൂറ്റിയെടുത്ത പരിപ്പിൽ ചേരുവകളെല്ലാം ചേർത്ത് നമുക്ക് മിക്സി ജാറിൽ അടിച്ചെടുക്കാം. പരിപ്പ് അരഞ്ഞു പോകാതെ ചതച്ചെടുക്കേണ്ടതുണ്ട്. മിക്സിയിലെ നോബ് ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ മതിയാവും. ചതച്ചെടുത്ത ശേഷം ഇത് അരമണിക്കൂർ മിക്സിയിൽ തന്നെ വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം ഉപ്പ് പാകത്തിനാണ് എന്ന് ഉറപ്പുവരുത്തുക. മുളക് പൊടി ഒഴികെയുള്ള ചേരുവകൾ ജാറിൽ ജാർ അടച്ച് ചേരുവകൾ ചതച്ചെടുക്കുന്നു. ഇടയ്ക്ക് ചില പരിപ്പുകൾ മുഴുവനായി അരയാതെ കിടക്കുന്ന വിധത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കുവാൻ. ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഇനി ജാറിൽ തന്നെ വെച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷം അടുപ്പ് കത്തിച്ച് വെളിച്ചെണ്ണ തിളച്ചൊഴിഞ്ഞാൽ തീ കുറച്ച് വെച്ച് കൂട്ട് ഉരുളയായി എടുത്ത് കൈവെള്ളയിൽ വെച്ച് പരത്തി ഷേപ്പ് ചെയ്ത് വെളിച്ചെണ്ണയിൽ തിരിച്ചും മറിച്ചും ഇട്ട് കരിഞ്ഞു പോകാതെ ചെറു തീയിൽ മുരിച്ചെടുക്കണം. ആദ്യം ഒരെണ്ണം സാമ്പിളായി ഇട്ട് നോക്കാം. ശരിയായിട്ടുണ്ട് എന്ന് തോന്നുന്നു. തീ കൃത്യമാക്കി വയ്ക്കണം. ഇനി ഒന്ന് മറിച്ച് ഇട്ട് നോക്കാം. ഇപ്പോൾ കൃത്യമായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതുകൂടി നമുക്ക് പരത്തി വറുത്തു കോരാം. രണ്ട് ഗ്ലാസ് പരിപ്പ് കൊണ്ട് നമുക്ക് 16 വട തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഗ്രീൻ ആപ്പിളിൻ്റെ ക്രഷിൽ വെള്ളം ചേർത്താണ് ഞാൻ ആപ്പിൾ ജ്യൂസ് തയ്യാറാക്കിയിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും അടുത്തവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.